പ്രതിഷേധം കടുത്തതോടെ MBDയിൽ സസ്പെൻഷനുകളിൽ ഒന്നൊന്നായി പിൻവലിക്കുന്നു. ഉദ്യോഗസ്ഥ സംഘടനകളുടെ പ്രതിഷേധ സമരത്തെ തുടർന്ന് പിന്നോട്ട് വലിയുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. കൊല്ലം ടിപ്പർ അപകടത്തിൽ വാഹനത്തിന് പെർമിറ്റ് നൽകിയതിൽ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. പ്രളയ പ്രവർത്തനത്തിന് ഓടിയ വാഹനത്തിന് പിഴയിട്ടതിന് സസ്പെൻഷനിലായിരുന്ന അടൂരിലെ MMB IBS ലൈജുവിനെയും സർവീസിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ എല്ലാ ഓഫീസുകളിലേക്കും ആളുകൾ എത്തിയത് യൂണിഫോമിൽ കറുത്ത ബാഡ്ജൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു. അതിനെതിരെ മെമ്മോ ഒക്കെ നൽകിയെങ്കിൽ പോലും അതൊന്നും കൂസാതെ നാളെ മുതൽ ഒരു വലിയ സമരത്തിലേക്ക് നീങ്ങാനായിരുന്നു രണ്ട് സംഘടനകളുടെയും AMBമാരുടെ സംഘടനകളുടെയും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടനകളുടെയും എല്ലാം തന്നെ തീരുമാനം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നീലേശ്വരം അപകടത്തിൽ ആ വാഹനത്തിന് ഈ പെർമിറ്റ് നൽകിയത് അനധികൃതമായിട്ടായിരുന്നു, അല്ലെങ്കിൽ VLTD സംവിധാനം ഇല്ലാത്ത വാഹനത്തിന് പെർമിറ്റ് നൽകുകയായിരുന്നു ചെയ്തത്. അതിൽ സസ്പെൻഷനിലായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥർ MV ആയിരുന്ന സുധിൻ ഗോപി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ആയിരുന്ന ശരത് S കുമാർ, ഇവരെ രണ്ടുപേരെയും പുനഃപ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ UDF ഗവൺമെന്റിന്റെ അടുത്തൊരു യൂട്ടേണും കൂടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാനൊന്നും കഴിവില്ലാത്തവർ എന്തിനാ പിന്നെ ഈ വക ഏർപ്പാടിന് പോണേ? പ്രളയത്തിന്റെ സമയത്ത് പ്രളയ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വണ്ടി ഇറക്കി ആ വണ്ടിക്ക് ഫൈൻ ഇട്ടിട്ട് ഉള്ള ആൾക്കാരെ സസ്പെൻഡ് ചെയ്തതാണ് 2 ദിവസം മുന്നേ. ഒരു 2 ദിവസം പോലും തികച്ച് അവരെ സസ്പെൻഷനിൽ നിർത്താനുള്ള കഴിവോ പൊട്ടൻഷ്യലോ ഈ ഗവൺമെന്റിനില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. MBDമാരെല്ലാവരും കൂടി ഒരു കറുത്ത ബാഡ്ജും കുറ്റി സമരം ചെയ്തപ്പോഴേക്കും ഗവൺമെന്റിന്റെ കാറ്റൂരിപ്പോയി. വെറുതെ സമരം ചെയ്യല്ല ചെയ്തത്, ഞങ്ങൾ വണ്ടി ചെക്ക് ചെയ്യും, പക്ഷേ ഇനി ഫൈനൊന്നും പിരിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് അവർ സമരം ചെയ്തത്. ഗവൺമെന്റ് പെട്ടില്ലേ, ഈ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫൈനും സാധനങ്ങളും പിരിക്കില്ല എന്നുള്ള തീരുമാനം MBD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഖജനാവ് പിന്നെ എങ്ങനെ നിറയ്ക്കും? അപ്പൊ പിന്നെ ആദ്യം പറഞ്ഞ സാധനത്തൊന്ന് യൂട്ടേൺ അടിക്കുന്നതാണ് സർക്കാരിന്റെ ബഡ്ജറ്റ് സാമ്പത്തിക സ്ഥിതിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ സമരത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി. ഇത് വലിയ പുതുമയൊന്നുമില്ല. ഇനി എത്ര യൂട്ടേൺ കാണാൻ കിടക്കുന്നു.